കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും. വൈകിട്ട് 3 മണിയോടെ ധ്യാനം അവസാനിപ്പിക്കുന്ന പ്രധാനമന്ത്രി പ്രത്യേക ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്ത് നിന്ന് വൈകിട്ടോടെ ഡൽഹിയിലേക്ക് മടങ്ങും. വ്യാഴാഴ്ച വൈകിട്ടാണ് 3 ദിവസത്തേക്ക് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത്. കന്യാകുമാരിയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, 2 ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി എത്തിയ അന്നു മുതൽ തന്നെ ഈ ഒരു വിഷയം ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം പുതിയ പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അതിലും ജനങ്ങൾ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും നടക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ആ മണ്ഡപത്തിന് ചുറ്റും നടക്കുന്ന ദൃശ്യങ്ങൾ, പുതിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. രജനി, ഏകതായാത്രയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയായിട്ടാണ് നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലേക്ക് എത്തുന്നത്. യുവസന്യാസി വര്യനായിരുന്ന സ്വാമി വിവേകാനന്ദന്റെ പാദത്തിലൂടെ ആ പാദത്തിൽ തന്നെ വീണ്ടും രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ആ വലിയ സന്ദേശം നൽകുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2 ദിവസത്തെ ധ്യാനം. ഏകദേശം 39 മണിക്കൂറുകളായി അദ്ദേഹം വിവേകാനന്ദ പാറയിൽ അദ്ദേഹത്തിന്റെ ഇത് ആരംഭിക്കാൻ തുടങ്ങിയിട്ട്, അദ്ദേഹത്തിന്റെ യാത്രയുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 39 മണിക്കൂറോളം പിന്നിടുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ആത്മാരാധന അദ്ദേഹം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. കാരണം കന്യാകുമാരിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രങ്ങളിൽ ഒന്ന് ആണ് ഈ കന്യാകുമാരി എന്ന് പറയുന്നത്. കാരണം ഈ സമുദ്രങ്ങളുടെ സംഗമഭൂമിയായി, സമുദ്രങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായി, പ്രത്യാശയായി മാറുന്ന തരത്തിലേക്ക് ഈ ഒരു നാടിനെ മുഴുവൻ അതിനെ ചേർത്തു പിടിക്കുന്ന തരത്തിലേക്ക് കൂടി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും അദ്ദേഹം സൂര്യഭഗവാനെ വണങ്ങി, സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് അതിനുശേഷം സമുദ്രപൂജ നടത്തി ആണ് അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ധ്യാനത്തിലേക്ക് കിടക്കുന്നത്. ഓംകാരം ജപിച്ചുകൊണ്ട്, രുദ്രാക്ഷമാല ജപിച്ചുകൊണ്ട് അദ്ദേഹം ഇതിലേക്ക് കടക്കുന്നത്. വലിയ പ്രതിഷേധമൊക്കെ തന്നെ കോൺഗ്രസ് അടക്കമുള്ളവ ഉന്നയിച്ച് എങ്കിൽ പോലും അതിനെ ഒന്നും തന്നെ കാര്യമായി മുഖവിലക്കെടുക്കാൻ പൊതുസമൂഹം തയ്യാറാകുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തണം. അത് പറയേണ്ട കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ഈ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി ഒരു ഹർജി സമർപ്പിക്കുന്നത്. അത് കോടതി പരിഗണിക്കാനിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ CPM കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരിയിലെ അദ്ദേഹത്തിന്റെ ഈ ധ്യാനം വലിയ രീതിയിലാണ് തിരിച്ചടി നേരിടാൻ പോകുന്നത്. കാരണം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്ന സമയത്തു തന്നെയാണ് DMK-യുടെ മന്ത്രിയായിട്ടുള്ള സ്റ്റാലിന്റെ മകൻ കൂടിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ ഈ സനാതന ധർമ്മത്തെ അത് കുഴിച്ചുമൂടപ്പെടേണ്ടതാണ് എന്നൊരു പ്രസ്താവന നടത്തുന്നത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം രാജ്യമെമ്പാടും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ അതിനെ കൂടി ഉയർത്തിക്കാട്ടിയാണ് കന്യാകുമാരിയിൽ അദ്ദേഹത്തിന്റെ ധ്യാനത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. എന്തായാലും ഏകദേശം 38-39 മണിക്കൂറായി അദ്ദേഹം ഒരു നാടിനു വേണ്ടി ഓംകാരം ജപിച്ച ഒരു ലോകത്തെ മുഴുവൻ ചേർത്തു പിടിക്കാൻ അത് ഭാരതത്തിനു മാത്രമേ കഴിയൂ എന്ന വലിയ സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം ഇവിടെ ധ്യാനം നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആത്മീയ ബോധത്തെ ഉണർത്തുമ്പോൾ അത് രാജ്യത്തിനു മുമ്പ് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്നത് എത്രമാത്രമാണ് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ലോകത്തിന് മുമ്പിൽ നമ്മൾ നൽകിയ ഒരു സന്ദേശമാണ് ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന. ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഭാരതം വിശ്വഗുരുവായി മാറുന്ന, അജയ്യവും അജഞ്ചലവുമായ പരംഭൈവവും മാറുന്ന ഭാരതത്തെ ചേർത്തു പിടിക്കുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ കൂടുതൽ അതിന് വേരുറപ്പിക്കുന്നു എന്നത് തന്നെ നമുക്ക് ഈ മണിക്കൂറുകളിൽ പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹം വൈകുന്നേരം 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിപ്പിച്ച് പുറത്തേക്ക് എത്തും എന്നതാണ് നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർമാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സമയങ്ങൾ പറയുന്നുണ്ട്, 11 മണി മുതൽ ഏത് സമയം വേണമെങ്കിലും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴിറങ്ങിയാലും അടുത്തുള്ള തിരുവള്ളൂരിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരിക്കും, സമുദ്രത്തെയും പ്രണമിച്ചതിനു ശേഷമായിരിക്കും അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്കും അവിടെ നിന്നും പ്രത്യേക വിമാനത്തിൽ വാരണാസിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും പോവുക. കാശിയിൽ നിന്നും കന്യാകുമാരിയിലെത്തിയ നരേന്ദ്രൻ അവിടെ നിന്നും കാശിയിൽ നിന്നും കർത്തവ്യ പദത്തിലേക്ക് 3ാം തവണത്തെ അദ്ദേഹത്തിന്റെ ജൈത്രയാത്രയ്ക്ക് ഭാരതത്തെ വീണ്ടും പരംവൈഭവമായി ചെറുത്തുപിടിക്കാനുള്ള ആ കരുത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് ഈ 7ാം ഘട്ടത്തിന്റെ അവസാന ജനവിധി പുരോഗമിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും രാജ്യം കാത്തിരിക്കുന്നുണ്ട്. കന്യാകുമാരി അതീവ സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 2000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ 8 SP-മാരുടെ നേതൃത്വത്തിൽ ഇവിടെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. കാരണം വലിയ സുരക്ഷയാണ് ഈ പ്രധാനമന്ത്രിക്കായി കന്യാകുമാരിയിൽ ഒരുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സന്ദർശകർക്കുള്ള ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ് രജനി.
അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 7ാം ഘട്ടം ഇന്ന് നടക്കുന്നു. പ്രത്യേകിച്ച് വാരാണസി പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 5 ലക്ഷത്തിലധികം വോട്ട് ഉണ്ടാകും, വോട്ടുറപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നതും. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഈ ഒരു ധ്യാന നിദ്ര എന്ന് പറയുന്നത് ലോകമാകമാനം ഉറ്റുനോക്കുന്നത് കൂടിയാണ്. പ്രത്യേകിച്ച് അഖിൽ പറഞ്ഞതുപോലെ ഈ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെതിരെ വിമർശനവുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, DMK വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തന്നെയും ഇത് ഈ തിരഞ്ഞെടുപ്പുമായിട്ട് നോക്കിക്കാണുകയാണ് അവർ ചെയ്തത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയായിട്ട് കാണുകയല്ലാതെ അതിൽ കൂടെ വിഷം വിതയ്ക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. പക്ഷേ അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ 35 മണിക്കൂറിലധികം കടന്ന ധ്യാനനിദ്രയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രജനി, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഇപ്പോൾ 7ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഏകദേശം 2 മാസത്തോളം വരുന്ന നീണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ഇതിൽ ഏകദേശം 280ഓളം വരുന്ന പൊതുയോഗങ്ങൾ, റാലികൾ, സമ്മേളനങ്ങൾ, റോഡ് ഷോകളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകദേശം 80ഓളം വരുന്ന TV ചാനലുകൾക്ക്, മാധ്യമങ്ങൾക്ക് അദ്ദേഹം പ്രത്യേക അഭിമുഖങ്ങളൊക്കെ നൽകിയിരുന്നു. അങ്ങനെ വലിയൊരു നീണ്ട പ്രചാരണത്തിന് ഒടുവിലാണ് അദ്ദേഹം 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനത്തിലേക്ക് കടക്കുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. 2014 അദ്ദേഹം ഹിന്ദുത്വ സാമ്രാജ്യത്തിന്റെ ഭാരതമായ, ഹിന്ദുത്വ ഹൃദയഭൂമിയായ ശിവജി മഹാരാജിന്റെ സമാധി പ്രച്ഛട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനമെങ്കിൽ 2ാമത്തെ തവണ അദ്ദേഹം പോകുന്നത് ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ ഗുഹാക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അവിടെ നിന്നും അദ്ദേഹം വീണ്ടും വരുന്നത് 3ാം തവണ എത്തുമ്പോൾ 3ാം തവണയും അദ്ദേഹത്തിന്റെ ഊഴത്തിന് മുമ്പ് അദ്ദേഹം എത്തുന്നത് കന്യാകുമാരിയിലേക്കാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതായത് രാജ്യത്തിന്റെ ഇങ്ങ് തെക്കേ അറ്റത്ത കന്യാകുമാരിയുടെ മുനമ്പിൽ നിന്നും കാശ്മീരത്തിന്റെ താഴ്വര വരെയും കാഞ്ചി മുതൽ കാമരൂപം വരെയും ഭാരതത്തെ ഒന്നായി കണ്ട് ചേർത്തു പിടിച്ച ആ ഭാരതത്തെ മുഴുവൻ വികസിതവും വികസന സങ്കല്പത്തോടും കൂടി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സങ്കല്പത്തെ ചേർത്തു പിടിക്കാൻ അത് പ്രധാനമന്ത്രിക്ക് കഴിയുന്നു എന്നതാണ് ഈ ധ്യാനത്തിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം രജനി സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ സ്വാഭാവികമാണ്, അവർക്ക് അത് ചില ആരോപണങ്ങൾ നടത്തിയേ മതിയാവും. പക്ഷേ ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഭാരതത്തിന്റെ സംസ്കാരം എന്താണ്, ഭാരതത്തിന്റെ ഹൃദയം എന്താണ്, ഭാരതത്തിന്റെ മൂല്യങ്ങൾ എന്താണ്, ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യം എന്താണ് എന്ന് അത് മനസ്സിലാക്കാത്തതാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ DMK പോലെയും ഇടതുപക്ഷ പാർട്ടികളെ പോലെ ഉള്ളവരുടെ മൂലച്യുതികളുടെ പ്രശ്നമായി മാറുന്നത്. കാരണം ഭാരതം എന്ന് പറയുന്നത് അതൊരു സംസ്കാര സംഹിതയുടെ ഭാഗമാണ്. പാരമ്പര്യത്തിന്റെ ഒരു ശീതമാർന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. പാരമ്പര്യവും പൈതൃകവും ചേർത്ത് പിടിക്കുന്ന ഒരു രാജ്യമാണ്. അത് സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. എല്ലാവരെയും സാഹോദര്യത്തോടെ കാണുന്ന ഒരു രാജ്യമാണ്. സൗമ്യസ്യപ്പെടാതെ ഒരു രാജ്യം കരുത്താർജിച്ച് നിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ന് ഭാരതം മാറുമ്പോൾ ആ ഭാരതത്തെ കൂടെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ, കോടതി വരാന്തകൾ കയറിയിറങ്ങേണ്ടി വരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതിൽ ഇന്ന് കോൺഗ്രസ് മദ്രാസ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അവർ ഉന്നയിക്കുന്നത് മോദി വിവേകാനന്ദ ഈ പാറയിൽ ആ ധ്യാനമിരിക്കുന്നു, അത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്നു. പക്ഷേ രാഷ്ട്രീയത്തിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ അദ്ദേഹം പ്രചരണത്തിന് പൂർണ്ണമായി നേതൃത്വം കൊടുത്തതിനു ശേഷം ഒരു വ്യക്തി എന്ന നിലക്ക് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയേക്കാൾ നരേന്ദ്രമോദി എന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു കാര്യം പോലും ചെയ്യുന്നതിലേക്ക് ഈ രാജ്യത്ത് കോൺഗ്രസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അത് കോൺഗ്രസിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്തായാലും സംശയമില്ല. എന്തായാലും ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് എന്തായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ അതീവ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല ചൂടും നല്ല വെയിലുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ ഈ ചൂടും വെയിലും ഉണ്ട് എങ്കിൽ പോലും ഈ കടലിന്റെ കാറ്റേറ്റ ഈ കാവി പുതച്ച് ആ മനുഷ്യൻ രുദ്രാക്ഷത്തിൽ ഓങ്കാരം ജപിച്ച ഈ നാടിനെ ചേർത്തു പിടിക്കുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുന്നു എന്നത് ഒരു ഭാരതീയൻ എന്ന നിലക്ക് അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. രജനി, വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ജനം TV കാണുന്നത്. മണ്ഡപത്തിന് ചുറ്റും ഓങ്കാര മന്ത്രവുമായി ഈ കൈകളിൽ രുദ്രാക്ഷമാലയുമായി രുദ്രാക്ഷം ജപിച്ചുകൊണ്ട് നടക്കുന്ന പ്രധാനമന്ത്രിയെയാണ് കാണുന്നത്. അപ്പം വിവേകാനന്ദന് മുന്നിൽ പുഷ്പാർച്ചനയും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ധ്യാനം തീരുമോ? അതിനുശേഷം അദ്ദേഹം തിരുവള്ളൂരിലെത്തി. തിരുവള്ളൂർ സ്മാരകത്തിന് മുന്നിൽ എത്തി ആ പ്രതിമയ്ക്ക് മുന്നിൽ നമിച്ചതിന് ശേഷം മാത്രമേ ഡൽഹിയിലേക്ക് മടങ്ങുകയുള്ളൂ. കൃത്യമായിട്ട്
ഒരു സമയം പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ധ്യാനം അവസാനിക്കുന്ന അല്പസമയത്തിന് മുൻപ് അഖിൽ പറഞ്ഞതുപോലെ തന്നെ വൈകിട്ട് 3 മണിയോടുകൂടി ധ്യാനം അവസാനിക്കുന്നു എന്ന് പറയുമെങ്കിൽ അതിന് ഒരു കൃത്യത ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ നടത്തുന്ന ധ്യാനം, വിവേകാനന്ദ പാറയിൽ നടത്തുന്ന ധ്യാനം ഇന്ന് വൈകിട്ടോടെ അവസാനിക്കുമെന്ന് തന്നെയാണ് പറയേണ്ടത്. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങും.